ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വറുത്ത ചിക്കൻ കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചു കേട്ടോ. അതിലോട്ട് ഞാൻ കുറച്ച് ഒനിയൻ ഫ്രൈ ചെയ്തെടുക്കാൻ വന്നിട്ട് ഒനിയൻ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം പെരിഞ്ചീരകവും ഏലക്കായും രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉള്ളി വതക്കാനിട്ടത്. ഉള്ളി നന്നായി വതക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. മുളക് പൊടി 1 സ്പൂൺ ആഡ് ചെയ്തു. അതിനുശേഷം 2 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണാണ് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. കുറച്ച് മതി മഞ്ഞൾപ്പൊടി. അതേമാതിരി ഗരം മസാലയും 1/4 മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ നല്ല കുത്തുണ്ടാവും, പിന്നെ കഴിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായി ഇളക്കിയതിന് ശേഷം നന്നായി അത് നല്ല ഇതായ ശേഷം ടൊമാറ്റോ കൂടി ഇളക്കി നന്നായി ആയ ശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്യാം. അതിലോട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് ഈ പരുവത്തിലാവും. അപ്പോൾ മൂടി വെച്ച് ഇതിൽ ലാസ്റ്റായി ഞാൻ ഒരു ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ഒരു സ്പൂൺ നെയ്യും പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന ഫ്രൈ ചെയ്ത ഒനിയനും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനിത് എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ ഈ മോഡൽ ഉണ്ടാക്കുമ്പോൾ ഇതിനോടൊപ്പം ഞാൻ കഴിക്കാൻ കുറച്ച് പ്ലെയിൻ റൈസ് കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ആദ്യ വീഡിയോ ആണ്. എല്ലാവരുടെയും ലൈക്കും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.